പാഠം 515 കണ്ടറിയേണ്ട കാര്യങ്ങൾ. എനിക്കിന്ന് കുറച്ച് നേരത്തെ വേണം മോഹനേട്ടാ. മോഹനേട്ടൻ ഇറങ്ങാൻ മുന്നേ ഞാൻ ഇറങ്ങും. കഴിക്കാനുള്ളത് പ്ലേറ്റിലാക്കി ഡൈനിങ് ടേബിൾ വെച്ചിട്ടുണ്ട്. ഉച്ചയോണ്ട് ചോറ്റുപാത്രത്തിലാക്കി ഇതാ വെച്ചിട്ടുണ്ടേ. ഇട്ടോണ്ട് പോകാനുള്ള ഷർട്ട് മുടി ഞാൻ ഇപ്പൊ തേച്ചു തരാം. അത് കഴിഞ്ഞ് ഞാൻ പോകാൻ ഇറങ്ങുമ്പോ ഓരോരു തടസ്സമായിട്ട് വരല്ലേ. എന്താ നേരത്തെ? എനിക്ക് 9:30 വക്കീലാഫീസിലെത്തണം. ഒരു കക്ഷി കാണാൻ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നിന്റെ തിരക്കുമ്പോൾ കണ്ടപ്പോ ഞാൻ കരുതി നിന്നെ ഏതോ ജഡ്ജി ആക്കി കാണും. ഒരു ദിവസം ഞാനും ജഡ്ജി ആവും. അന്ന് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന എന്താണെന്ന് അറിയാമോ? അറിയില്ല. മോഹനേട്ടനെ തൂക്കിക്കൊല്ലാൻ പറ്റും. ഭാര്യയോട് തരുമ്പോ ഒരു സ്നേഹം കാണിക്കാതെ, ഭാര്യയെ ഒരു കാര്യത്തിന് സഹായിക്കാതെ, പറ്റുമ്പോഴൊക്കെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന കേസിൽ. അങ്ങനെയുള്ള കേസിൽ തൂക്കിക്കൊല്ലാൻ പറ്റും. പറ്റില്ലെങ്കിൽ ഞാൻ നിയമം അങ്ങനെ മാറ്റി എഴുതും. നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്നത് ജഡ്ജിമാരാണെന്നുള്ളത് എനിക്ക് പുതിയ അറിവാണ്. ഇതുവരെ ഞാൻ കരുതിയത് നിയമം ഉണ്ടാക്കുന്നത് പാർലമെന്റും നിയമസഭയൊക്കെ ആണെന്നാണ്. നീ ജഡ്ജിയാവുന്ന ഒരു കാലം വരികയാണെങ്കിൽ എന്നെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കണ്ട. നിന്നെ പോലെ ഒരാൾ ജഡ്ജി ആയിരിക്കുന്ന ഒരു രാജ്യത്ത് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ നല്ലത് സ്വയം തൂങ്ങി മരിക്കുന്നതല്ലേ. ഞാൻ കഴിഞ്ഞ 2 കൊല്ലത്തിനിടയിൽ വാദിച്ചതും ജയിച്ചതുമായ മുഴുവൻ കേസിന്റെ വിവരങ്ങള് ബഷീറിന്റെ കയ്യിലുള്ളത്. അതൊക്കെ വിശദമായിട്ട് പഠിച്ചിട്ടാണ് കേസ് ഞാൻ തന്നെ വാദിച്ചാൽ മതി എന്ന് പുള്ളിക്കാരൻ തീരുമാനിച്ചത്. ചുമ്മാതല്ല MR ബഷീർ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു വലിയ ബിസിനസ്സുകാരനായത്. എന്ത് ചെയ്യുന്നതിന് മുന്നേയും ഇത്രയും അന്വേഷണവും പഠനവും ഒക്കെ നടത്തുന്ന വേറെ ആരാ ഉള്ളത്? നിന്നെ കല്യാണം കഴിക്കുന്ന കാര്യം വന്നപ്പോ എന്തുമാത്രം ആലോചിച്ചതാ. തിരിച്ചും മറിച്ചും ആലോചിച്ചു. അന്നൊരു അപകടവും തോന്നിയില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴോ അത് തന്നെയാണ് MR ബഷീറിന് സംഭവിച്ചിരിക്കുന്നത്. ഒരുപാട് ഗവേഷണം നടത്തി തിരിച്ചും മറിച്ചും ആലോചിച്ച് നിന്നെ വക്കീലാക്കി. ഇനി കേസ് കോടതിയിൽ വരുമ്പോഴല്ലേ പുകില്. വക്കീല് കോടതിയിൽ നിന്ന് നക്ഷത്രം എണ്ണും. ആ രാമൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. രാമൻകുട്ടിയുടെ പോക്കുവരവിന്റെ കാര്യം അത്ര എളുപ്പത്തിലൊന്നും നടക്കില്ല എന്ന് ഇന്നലെ ഞാൻ ഉത്തമനോട് പറഞ്ഞതാ. ഞാൻ ആ പോക്കുവരവ് ചെയ്തു കൊടുക്കണമെങ്കിൽ ഞാൻ പറഞ്ഞ വ്യവസ്ഥകൾ നടന്നേ പറ്റൂ. സത്യഭാമ ഇവിടുത്തെ അടുക്കളക്കാരിയാണ് എന്ന് സകലരോടും പറഞ്ഞു നടക്കുന്ന ചിലരുണ്ട്. കുറച്ചു മുന്നേ സദാനന്ദ സാറിനോടും അവരത് പറയുന്നത് കേട്ടു. എന്റെ ഈശ്വര, ഞാൻ കേൾക്കുന്ന സത്യമാണോ? കേട്ടോ എന്താണെന്ന് പറഞ്ഞാ പറയാം. സദാനന്ദ സാറ് ബഷീർ സാറിന്റെ ജീവചരിത്രം മുഴുവൻ പറഞ്ഞു തന്നു. അത് കേട്ടപ്പോ സത്യം പറഞ്ഞ എന്റെ കണ്ണ് നിറഞ്ഞുപോയി മോഹനേട്ടാ. കണ്ണ് നിറയുന്നത് TV സീരിയലോ? അതൊക്കെ നമുക്ക് ശരിയാക്കാം സർ. എന്തായാലും ഞാൻ ഈ കേസ് ഏറ്റെടുത്ത് ജയിക്കാനാണല്ലോ. സാറിന്റെ എല്ലാ തടസ്സങ്ങളും ഞാൻ മാറ്റിത്തരും. എന്തായാലും സാർ എന്നെ പോലെ ഒരാളെ കാണാൻ വേണ്ടി ഇവിടം വരെ വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യമാണോ? അത് സത്യഭാമയ്ക്ക് എന്റെ പഴയ കാലത്തെ പറ്റി അറിയാഞ്ഞിട്ടാ. വീടും കാറും പോയിട്ട് 3 നേരം തികച്ച് ഭക്ഷണം പോലും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു ഈ MR ബഷീറിന്. ദാരിദ്ര്യം തന്നെ ദാരിദ്ര്യം. സദാനന്ദ സാർ പറഞ്ഞിരുന്നു സർ. അന്ന് സഹായിക്കാൻ 3-4 കൂട്ടുകാരുണ്ടായിരുന്നു കൊണ്ട് മാത്രമാ ഞാൻ പഠിച്ചതും ബിസിനസ് ചെയ്തതും ഇന്നത്തെ ഈ MR ബഷീർ ആയതും. കെ മോഹനകൃഷ്ണൻ. മതിയുടെ ബലം പിടിച്ചത്. ഇനി ഇത് വിട്. ഈ പാവം വക്കീല് ബോധം കെട്ട് വീഴും. മോനേഷ്ണ, ഞാൻ നിന്റെ വീടൊക്കെ ഒന്ന് കാണട്ടെ. കയറി വാ. കൊള്ള വില്ലേജ് ഞാൻ വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒന്ന് പോട്ടെ. അതെ, 2 ആഴ്ചത്തേക്ക് ലീവാണെന്ന് വില്ലേജ് ഒന്ന് വിളിച്ച് പറഞ്ഞേക്ക്. എന്തിന്? 2 കാല് ഞാനിന്ന് തല്ലി ഓടിക്കുമല്ലോ.